BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആലുവ മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയ യുവതി മരിച്ചു. ആലുവ കുട്ടമശ്ശേരി കണിയാമ്പള്ളിക്കുന്ന് അനീഷിന്റെ ഭാര്യ ഗ്രേഷ്മയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:30 കൊട്ടാരക്കടവിൽ നിന്ന് മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്ന് പെരിയാറിലേക്കാണ് ചാടിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് 8:45 മൃതദേഹം കണ്ടെത്തി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 1 വർഷം മുൻപാണ് ഗ്രേഷ്മയും അനീഷും തമ്മിലുള്ള വിവാഹം നടന്നത്. തൃക്കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ദേശീയ നിലവാരത്തിലുള്ള ഗെയിംസ് ടർഫും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചു. കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനിലെ വിദഗ്ധർ ഗ്രൗണ്ട് പരിശോധിച്ചു. എസ്റ്റിമേറ്റ് ഈ മാസം ഭരണാനുമതിക്ക് സമർപ്പിക്കാൻ ഉമാ തോമസ് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. 3 കോടി രൂപ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. നയൻസ് ഫുട്ബോളിന് അനുയോജ്യമായ ടർഫ്, വോളിബോൾ, ബാഡ്മിന്റൺ ഗ്രൗണ്ട്, ഓപ്പൺ ജിം തുടങ്ങിയവയാണ് നിർമ്മിക്കുക. രാത്രി കളികൾക്കായി നിലവിലെ ഫ്ലഡ് ലൈറ്റ് നവീകരിക്കും. കായിക വകുപ്പിൽ നിന്ന് അടിയന്തരമായി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. നഗരസഭാ അധ്യക്ഷ രാധാമണി പിള്ള, സ്ഥിരസമിതി ചെയർമാൻമാരായ നൌഷാദ് പല്ലച്ചി, ഉണ്ണി കാക്കനാട്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. മനോജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിര ബാബു, നഗരസഭാ സെക്രട്ടറി TK സന്തോഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ ദേശീയ നിലവാരത്തിൽ സ്പോർട്സ് സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതി ആലോചിച്ചിരുന്നു. 11 ഫുട്ബോളിന് ഇവിടം അനുയോജ്യമല്ലെന്ന കായിക വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ച നയൻസ് ഫുട്ബോൾ ടർഫും ഇതര ഗെയിം സൗകര്യങ്ങളും ഒരുക്കാൻ തീരുമാനിച്ചത്. സമീപത്തെ റവന്യൂ പുറമ്പോക്ക് കൂടി പ്രയോജനപ്പെടുത്തി സ്റ്റേഡിയം വികസിപ്പിച്ച സ്പോർട്സ് സമുച്ചയം സ്ഥാപിക്കാനായിരുന്നു നേരത്തെയുള്ള പദ്ധതി. കൂടുതൽ സ്ഥലം ലഭ്യമാകില്ലെന്ന് വന്നതോടെയാണ് പദ്ധതി പരിഷ്കരിച്ചത്. ചെറിയൊരു മഴ പെയ്താൽ കച്ചേരി താഴത്ത് MC റോഡിനെ പുഴയാക്കി മാറ്റി വെള്ളക്കെട്ട്. റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വശത്ത് ഉയരത്തിൽ കോൺക്രീറ്റ് ചേമ്പറുകൾ സ്ഥാപിച്ചാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം. സമീപത്തുള്ള വ്യാപാരികളും യാത്രക്കാരും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുന്നവരും എല്ലാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ്. നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ വ്യാപാരികൾക്ക് കട അടച്ചു പോകേണ്ടി വന്നു. പരാതി പറഞ്ഞപ്പോൾ കോൺക്രീറ്റ് ചേമ്പറിന്റെ ഒരു ഭാഗത്ത് വലിയ ദ്വാരമുണ്ടാക്കി വെള്ളം ഒഴുക്കിവിടുകയായിരുന്നു. ഇതിനുശേഷവും മഴ പെയ്തപ്പോൾ കച്ചേരി താഴത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴ തുടരുകയും റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാവുകയും ചെയ്തില്ലെങ്കിൽ ഈ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 2 കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ കണ്ടമാൽ സ്വദേശി സരോജ് ബെഹ്റ, ഭാര്യാമാതാവ് മാലതി ഡെഹുരി എന്നിവരെ പെരുമ്പാവൂർ SP പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പംപടി പോലീസും ചേർന്ന് പിടികൂടി. ഒഡീഷയിൽ നിന്ന് 2500 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് മാലതി താമസിക്കുന്ന പീച്ചനാമുകളിലെ വാടക വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തിവരികയായിരുന്നു. 100 ഗ്രാം 500 ഗ്രാം പൊതികളിലാക്കി അതിഥി തൊഴിലാളികൾക്കിടയിൽ ആയിരുന്നു കച്ചവടം. DYSP PP ഷംസ്, ഇൻസ്പെക്ടർ VM കോസൻ, SIമാരായ എൽദോ പോൾ, ഇബ്രാഹിം കുട്ടി, SI PI അബ്ദുൾ മനാഫ്, സീനിയർ CPOമാരായ വർഗീസ് ടി വേണാട്, TA അഫ്സൽ, ബെന്നി ഐസക്, PR അഭിലാഷ്, ആരിഷ് അലിയാർ, നീതു ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് ഈ ആഴ്ച തുറക്കും. 14-നും 10-നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്കറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 72 കോടി രൂപ ചെലവിൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡാണ് മാർക്കറ്റ് നവീകരിച്ചത്. പഴയ മാർക്കറ്റ് നിലനിന്നിരുന്ന 1.63 ഏക്കർ സ്ഥലത്ത് 3 നിലകളിലായി 19,900 ചതുരശ്ര മീറ്ററിലാണ് പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് നഗരവാസികൾക്ക് മാത്രമല്ല സംസ്ഥാനത്തിനാകെ അഭിമാനം പകരുന്നതാണെന്നും CSML CEO ഷാജി V. നായർ പറഞ്ഞു. ആകെയുള്ള 275 കടകളിൽ 183 താഴത്തെ നിലയിൽ
നിലയിലാണ്. ആവശ്യമെങ്കിൽ ഭാവിയിൽ 2-3 നിലകളിൽ കൂടുതൽ കടകൾ തുറക്കാനാകും. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഫുഡ് കോർട്ടിനുള്ള സൗകര്യവുമുണ്ട്. 82 ശുചിമുറികൾ ഉൾപ്പെടെ ആധുനിക നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് മാർക്കറ്റ് കെട്ടിടത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. മാർക്കറ്റിലേക്ക് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും പ്രത്യേക ഭാഗം, സൗരോർജ്ജ വിളക്കുകൾ, സുരക്ഷാ ക്യാമറകൾ, മഴവെള്ള സംഭരണി, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, ലിഫ്റ്റുകൾ, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ മാർക്കറ്റിലുണ്ട്. താഴത്തെ നിലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. വൈദ്യുതി ആവശ്യത്തിനായി 40 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പാനലുകൾ കെട്ടിടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനായി 2 ഡീസൽ ജനറേറ്ററുകളുണ്ട്. മാർക്കറ്റിലെ മാലിന്യത്തിൽ 1 ടൺ വളമാക്കി മാറ്റാനുള്ള സംവിധാനം അവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും CSML അറിയിച്ചു. എറണാകുളം മാർക്കറ്റിനോട് ചേർന്ന് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയവും നിർമ്മിക്കുന്നുണ്ട്. CSML നിർമ്മിക്കുന്ന ആദ്യത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രമാണിത്. 24 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാർക്കിംഗ് കേന്ദ്രത്തിൽ 120 കാറുകളും 100 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാം. മാർക്കറ്റിൽ നിന്ന് പാർക്കിംഗ് സമുച്ചയത്തിൽ നിന്നും അധിക വരുമാനവും ലഭിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.